ജയിക്കാനായി ജനിച്ചവർ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ CPM ഉയർത്തിവിട്ട കോലിബി സഖ്യത്തെ പൊളിച്ചെടുക്കാൻ കോമാളി സഖ്യവുമായി സോഷ്യൽ മീഡിയ. ജനങ്ങളുടെ വിഷയങ്ങൾ പറയാതെ വർഗീയത ചർച്ചയാക്കാനുള്ള ബോധപൂർവമുള്ള ശ്രമം പരാജയപ്പെടുന്നു. കിടിലൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുൻകൈ നേടി CPM വിജയപ്രതീക്ഷയിലായിരുന്നു ആദ്യഘട്ടത്തിൽ. എന്നാൽ വടകരയിൽ കെ മുരളീധരൻ വന്നതോടെ CPMന്റെ മുട്ടുവിറച്ചു. ഉടൻ ജനകീയ പ്രശ്നങ്ങളെല്ലാം മാറ്റി കോലിബി സഖ്യമാണെന്ന് പ്രഖ്യാപിച്ചു. അതായത് കോൺഗ്രസും ലീഗും BJPയും തമ്മിലുള്ള സഖ്യം എന്നർത്ഥം. ഇതിലൂടെ ന്യൂനപക്ഷങ്ങളെ വർഗീയത പറഞ്ഞ് ഇളക്കുകയായിരുന്നു ശ്രമം. CPM ഉയർത്തിയ കോലിബി സഖ്യ ആരോപണത്തിൽ കുരുങ്ങി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അജണ്ട പോലും മാറുന്ന അവസ്ഥയായി. BJPയെ സഹായിക്കുന്നത് CPM ആണെന്ന് കോൺഗ്രസും രഹസ്യമായും പരസ്യമായുമുള്ളത് കോമാ സഖ്യമാണെന്ന് BJPയും ആരോപണവുമായി എത്തി. ഇതോടെ തിരഞ്ഞെടുപ്പിൽ ഉയരുമെന്നുറപ്പിച്ച ശബരിമല ഉൾപ്പെടെയുള്ള മറ്റു പ്രചാരണ വിഷയങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും മാറ്റം വന്നു. BJPയുമായി സഖ്യമുണ്ടെന്നത് ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലും ഇടതു വലതു മുന്നണികൾക്കുണ്ട്. അതേസമയം ഇതിനെല്ലാം വെല്ലുന്ന ഒരു ആരോപണമാണ് സോഷ്യൽ മീഡിയയിൽ BJPക്കാർ ഉന്നയിക്കുന്നത്. കോമാളി അഥവാ കോമാലി സഖ്യം, അതായത് കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യം. ലീഗിന്റെ ലീ ഇംഗ്ലീഷിൽ ഉച്ചരിക്കുമ്പോൾ കോമാളിയാകാമല്ലോ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് കോമാളി സഖ്യം ക്ലച്ച് പിടിക്കുന്നത്. ഇതിലൂടെ നേടുന്ന മേൽക്കൈയിലൂടെ വീണ്ടും ശബരിമല വിഷയം ഉയർത്താമെന്നാണ് കരുതുന്നത്. ഇങ്ങനെ കോലിബിയും കോമാളിയും തിരഞ്ഞെടുപ്പിൽ നിറയുകയാണ്. 5 മണ്ഡലങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോൺഗ്രസ് BJP രഹസ്യധാരണയുണ്ടെന്ന് പ്രഖ്യാപിച്ചത്. കണ്ണൂർ, വടകര, കോഴിക്കോട്, കൊല്ലം, എറണാകുളം എന്നിവയായിരുന്നു ഇത്. ഇതിൽ എറണാകുളം ഒഴികെ 4 മണ്ഡലവും CPMനെ സംബന്ധിച്ച് പ്രധാനമാണ്. ഇടതടിത്തറ ശക്തമായിട്ടും ലോക്സഭയിലേക്ക് ഇടതുമുന്നണിയെ കൈവിട്ട മണ്ഡലങ്ങളാണിത്. ഇവ ഇത്തവണ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതിനുള്ള കരുതൽ തുടക്കത്തിലെ CPM സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് BJP രഹസ്യ സഖ്യമുയർത്തി അവരുടെ പ്രചരണ ക്യാമ്പിൽ അങ്കലാപ്പുണ്ടാക്കാനും LDF അണികളിൽ ജാഗ്രതയുണ്ടാക്കാനുമാണ് CPM ലക്ഷ്യം. എറണാകുളത്ത് P. രാജീവ് എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ ഇറക്കി പിടിക്കാനൊരുങ്ങുകയാണ്. ഇവിടെ BJPയിലെ ഹിന്ദു വോട്ടെങ്കിലും സീറ്റ് നിഷേധിക്കപ്പെട്ട KV തോമസ് ഇടഞ്ഞു നിൽക്കുന്നതിനാൽ UDF വോട്ടിലും വിള്ളലുണ്ടാക്കാനുള്ള ശ്രമമാണ് മറ്റൊന്ന്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് റോളില്ലെന്ന പ്രചാരണത്തിനും ശബരിമല ആയുധമാക്കാനുള്ള BJP ശ്രമത്തിനും താൽക്കാലികമായി തടയിടാനും CPMന്റെ രഹസ്യ സഖ്യവാദത്തിനായി. മാത്രവുമല്ല BJPയിലേക്ക് ചേക്കേറുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്ന പ്രചരണത്തെ ഉറപ്പിക്കാനും CPMന് കഴിഞ്ഞു. ഈ വിഷയം സജീവ ചർച്ചയാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയത്. കോടിയേരിയുടെ ആരോപണത്തെ അതേ രീതിയിൽ തിരിച്ചടിച്ചാണ് കോൺഗ്രസ് നേതാക്കളും രഹസ്യ സഖ്യ ആരോപണം ഉയർത്തിയത്. പഴയ ജനതാ പാർട്ടി ബന്ധം ഓർമ്മപ്പെടുത്തി ഉമ്മൻചാണ്ടിയും CPMൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയവരെ ഓർമ്മപ്പെടുത്തി രമേശ് ചെന്നിത്തലയും സംവാദത്തിന് വെല്ലുവിളിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനും കോടിയേരിയുടെ ആരോപണത്തെ പ്രതിരോധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കം താൽക്കാലികമായി മായ്ക്കാൻ കഴിഞ്ഞുവെന്നത് കോൺഗ്രസിനും ആശ്വാസമായി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് മാറിയത് കോൺഗ്രസിന് വോട്ട് മറിച്ചത് കൊണ്ടാണെന്ന ആരോപണമാണ് BJPക്ക്. കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യത്തിന് തെളിവായി BJP ഇതാണ് നിരത്തുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിച്ച കുമ്മനം രാജശേഖരനാണ് ഇത് ഉന്നയിച്ചത്. ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിന്ന് അതിജീവനത്തിന് ശ്രമിക്കുന്ന CPMന് BJPയെ തോൽപ്പിക്കാൻ പ്രത്യുപകാരം ചെയ്തേ ഒക്കുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടാകുന്ന അടിയൊഴുക്കാണ് രഹസ്യ സഖ്യ ആരോപണത്തിന്റെ അടിസ്ഥാനം. ഇടതുമുന്നണികൾ BJPയെ ചൂണ്ടി രഹസ്യധാരണ ആരോപിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകും. അവരുടെ വാദമാണ് വിശ്വാസം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ മറിയും. ഈ കണക്കുകൂട്ടലാണ് മറ്റു പ്രചാരണ വിഷയങ്ങൾ മാറിയാലും ആരോപണത്തിന്റെ അടിയും തടയുമായി ഇടതുമുന്നണിയിലെയും നേതാക്കൾ രംഗത്തിറക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.